നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. വടക്കന്തറ വ്യാസവിദ്യാപീഠം പ്രൈമറി സ്കൂളിൽ പൊട്ടിത്തെറിച്ച സ്ഫോടക വസ്തു RSS നിർമ്മിതമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. സ്കൂളിനരികിലെ RSS കാര്യാലയം റെയ്ഡ് ചെയ്താൽ മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്താനാകും. വിദ്യാലയത്തിൽ ബോംബ് കണ്ടെത്തിയ സംഭവത്തിൽ സ്കൂൾ മാനേജരെ പ്രതി ചേർത്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് DDE ഓഫീസിലേക്ക് CPM മാർച്ച്. കോലവും കുറ്റിച്ചൂലുവുമായി പാലക്കാട് MLA ഓഫീസിലേക്ക് AIYF മഹിളാ സംഘം മാർച്ച്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം കത്തിച്ചു. MLAയെ കുറ്റിച്ചൂൽ കൊണ്ട് അടിച്ചു പുറത്താക്കുമെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ട വിവിധ കേന്ദ്രങ്ങളിൽ BJP നേതൃത്വത്തിലും പ്രതിഷേധം. ഷൊർണൂർ പരുത്തിപ്ര വാടാനംകുറിശി റോഡ് തകർച്ച നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് വിജിലൻസിന് കോൺഗ്രസിന്റെ പരാതി. നിർമ്മാണം പൂർത്തിയായി 1 വർഷം പിന്നിടും മുമ്പ് റോഡ് തകർന്നത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യം. തകർച്ചയും പൊടിശല്യവും രൂക്ഷമായ കുളപ്പുള്ളി ഷൊർണൂർ പാതയിൽ അടിയന്തര അറ്റകുറ്റപ്പണി നടത്തണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ പള്ളം നിവാസികളുടെ യാത്രാ പ്രതിസന്ധി സംബന്ധിച്ച് BJP ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഒറ്റപ്പാലം നഗരസഭ. റെയിൽവേ വഴിയടച്ച സംഭവത്തിൽ നഗരസഭയ്ക്കെതിരെ BJP രംഗത്ത് വന്നത് ദുഷ്ടലാക്കോടെ. വഴി പ്രശ്നത്തിൽ 2024 നഗരസഭാ കൗൺസിൽ തീരുമാനപ്രകാരം റെയിൽവേക്ക് കത്തു നൽകിയിരുന്നുവെന്ന് ചെയർപേഴ്സൺ. കാര്യങ്ങൾ അറിഞ്ഞിട്ടും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ആക്ഷേപം. വാർത്തകൾ വിശദമായി. വടക്കന്തറ വ്യാസവിദ്യാപീഠം പ്രൈമറി സ്കൂളിൽ ബോംബ് കണ്ടെത്തിയതിന് പിന്നിൽ RSS എന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. സ്കൂളിനരികിലുള്ള RSS കാര്യാലയം റെയ്ഡ് ചെയ്താൽ കൂടുതൽ മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്താനാകുമെന്നും സുരേഷ് ബാബു പറഞ്ഞു. വിദ്യാലയ പരിസരത്ത് ബോംബ് കണ്ടെത്തിയ സംഭവത്തിൽ സ്കൂൾ മാനേജരെ പ്രതി ചേർത്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് CPIM പാലക്കാട് DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു EN സുരേഷ് ബാബു. സ്ഫോടക വസ്തുവിന് പിന്നിൽ RSS ആണെന്ന് വ്യക്തമാണെന്ന് സുരേഷ് ബാബു പറഞ്ഞു. മനുഷ്യരെ മൃഗീയമായി കൊല്ലാനുള്ള പരിശീലനം RSS സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂളിനരികിലുള്ള കാര്യാലയം റെയ്ഡ് ചെയ്താൽ മാരകായുധങ്ങളും ബോംബുകളും കണ്ടെത്താനാകുമെന്നും സുരേഷ് ബാബു പറഞ്ഞു. ഗുണ്ടാ സംഘങ്ങളെ വളർത്തി നഗരത്തെ കൈപ്പിടിയിലൊതുക്കാനും രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താനുമുള്ള പരിശീലനം ബോംബ് കണ്ടെത്തിയ വിദ്യാലയം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടെന്നും സുരേഷ് ബാബു കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ ശത്രുക്കളെ അതിലൂടെ വകവരുത്തുക, ഏത് തരത്തിലും മൃഗീയമായ മാരകമായ ആയുധങ്ങൾ കൊണ്ട് സ്ഫോടക വസ്തുക്കൾ കൊണ്ട് രാഷ്ട്രീയ ശത്രുക്കളെ ആക്രമിക്കാനും അതിലൂടെ കൊട്ടേഷൻ സംഘങ്ങളെ വളർത്തിക്കൊണ്ടുവരാനും ഈ ടൗണിനെ അവരുടെ പരിധിയിൽ നിർത്താനുമുള്ള കാലാകാലത്തെ ശ്രമം, ആ ശ്രമമാണ് ഇപ്പോഴും RSS ഈ നാട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഈ ബോംബിന്റെ നിർമ്മാണം. RSSന്റെ കാര്യാലയത്തിൽ പലതും നടക്കുന്നുണ്ട്. CPM ജില്ലാ കമ്മിറ്റി അംഗം TK നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് CP പ്രമോദ്, അഡ്വക്കേറ്റ് ചിഞ്ചു ജോസ്, V സരള എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോലവും കുറ്റിച്ചൂലുമായി പാലക്കാട് MLA ഓഫീസിലേക്ക് AIYF മഹിളാ സംഘം മാർച്ച്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറ്റിച്ചൂൽ കൊണ്ട് അടിച്ചു പുറത്താക്കുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് പറഞ്ഞു. സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയനായ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മഹിളാ സംഘം AIYF പ്രവർത്തകർ MLA ഓഫീസ് മാർച്ച് നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറ്റിച്ചൂലുകൊണ്ട് അടിച്ചു പുറത്താക്കുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് പറഞ്ഞു. സ്ത്രീ സമൂഹത്തോടും വോട്ടർമാരോടും രാഹുൽ മാപ്പ് പറയണം. ജനപ്രതിനിധിയുടെ സത്യപ്രസ്താവനയിൽ രാഹുൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം. വിവിധ കാര്യങ്ങൾ പറഞ്ഞ് ദിവസം നിരവധി തവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾവലിഞ്ഞു. ഷാഫി പറമ്പിലിൻ്റെ പ്രൊഡക്റ്റാണ് രാഹുൽ. ആ നിലയ്ക്ക് ഷാഫിക്ക് മറുപടി പറയാൻ ബാധ്യതയുണ്ടെന്നും രാഹുൽ പാലക്കാട്ടെത്തിയാൽ പ്രതിരോധിക്കുമെന്നും സുമലത മോഹൻദാസ് വ്യക്തമാക്കി. ഈ MLA സ്ഥാനം രാജിവെക്കുന്നത് വരെ ഈ ജനാധിപത്യം സംരക്ഷിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള മഹിളാ സംഘവും AIYF എന്ന പ്രസ്ഥാനവും ഉണ്ടാകും. അവർക്ക് പിന്തുണയുമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാലക്കാട് ജില്ലയിൽ ഉറക്കെ ഈ അവസരത്തിൽ അത് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതൊരു നയമാണ്. കാരണം ഈ പാലക്കാടിന് രാഹുൽ വേണ്ട.
ആ വേണ്ട എന്നുള്ള മുദ്രാവാക്യമാണ്. കാരണം രാത്രി കാലങ്ങളിൽ ഇവരുടെ ഒരു പ്രതീതി എന്താണെന്ന് നമ്മൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ വിശദീകരിക്കാൻ ഞാൻ താല്പര്യമെടുക്കുന്നില്ല. കാരണം അത് ഈ സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ അത് വിശദീകരിക്കുന്നത് വെറും നാണം കെട്ട ഏർപ്പാടാണ്. AIYF ജില്ലാ പ്രസിഡന്റ് പി നൌഷാദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ ഷാജഹാൻ, എ പ്രഭാവതി തുടങ്ങിയവർ പ്രസംഗിച്ചു. ചെരുപ്പുമാല അണിയിച്ച MLAയുടെ കോലം കുറ്റിച്ചൂല് കൊണ്ടടിച്ച ശേഷം കത്തിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ പരുത്തിപ്പറ വടനംകുറിശി പാതയുടെ നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് കോൺഗ്രസ് വിജിലൻസിൽ പരാതി നൽകി. റോഡ് നിർമ്മാണത്തിലും അറ്റകുറ്റപ്പണിയിലും അഴിമതിയും ക്രമക്കേടുമുണ്ടെന്നാണ് ഇവരുടെ ആരോപണം. സമഗ്രമായ അന്വേഷണം വിജിലൻസ് നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഷൊർണൂരിൽ നിന്നും പരുത്തിപ്പറ, മുണ്ടായ, മഞ്ഞക്കാട്, വാടനാകുശി എന്നിവിടങ്ങളിലേക്ക് പോകുന്ന പ്രധാന പാതയാണിത്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പാത നവീകരിച്ചത്. ഇതിനു പിന്നാലെ റോഡിൽ തകർച്ചയും രൂപപ്പെട്ടു. വിഷയം ഗൗരവമായി കോൺഗ്രസ് കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ നേരത്തെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. 1,82,00,000 രൂപ ചിലവഴിച്ചാണ് പാത നവീകരിച്ചത്. പാത നിർമ്മാണത്തിൽ മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന കുഴികളടയ്ക്കുന്ന പ്രവൃത്തികളിലും അഴിമതിയും ക്രമക്കേടുമുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ ആവശ്യപ്പെട്ടു. മുനിസിപ്പൽ റോഡിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നഗരസഭ പണി കഴിപ്പിച്ച റോഡാണ് ഷൊർണൂർ മഞ്ഞക്കാട് പരുത്തിപ്പറ റോഡ്. എന്നാൽ ആ റോഡ് പണി കഴിഞ്ഞ് ഏകദേശം 2 മാസം പിന്നിട്ടപ്പോൾ തന്നെ വാഹനങ്ങൾ അതിലൂടെ കടന്നുപോയി. പിന്നീട് കുഴികൾ രൂപപ്പെട്ടു. മഴക്കാലം വന്നതോടുകൂടി റോഡ് മൊത്തം തകരുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. എന്നാൽ ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കണമെന്നും കരാറുകാരനും ഉദ്യോഗസ്ഥരും കൂടി നടത്തിയ അഴിമതിയുടെ ഭാഗമാണ് ഈ റോഡ് തകർച്ചയ്ക്ക് കാരണമെന്നും ഞാനൊരു കൗൺസിൽ അംഗം എന്ന നിലയ്ക്ക് നഗരസഭാ കൗൺസിൽ ഞാനത് അവതരിപ്പിക്കുകയും ബഹുമാനപ്പെട്ട ചെയർമാനും സെക്രട്ടറിയും അടിയന്തരമായി കേടുവന്ന റോഡിൻ്റെ ഭാഗം മുഴുവൻ നീക്കിക്കൊണ്ട് പുതിയ റോഡ് അവിടെ ചെയ്യിപ്പിക്കാൻ കരാറുകാരൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇന്നലെ അവിടെ കണ്ടത് വെറും ഒരു ലേശം പിന്നിൽ ടാറൊഴിച്ച് ഓട്ടടച്ച് പോകുന്നൊരു സമീപനമാണ് കണ്ടത്. അത് വളരെയധികം ഈ ഷെഡ്യൂൾ ചട്ടങ്ങൾക്കും ഷെഡ്യൂളിൽ പറഞ്ഞ പ്രവൃത്തിക്കും ഘടകവിരുദ്ധമായ പ്രവൃത്തിയാണ് നടക്കുന്നത് എന്നുകൊണ്ട് ഞങ്ങൾ ആ കരാറുകാരനെ ഇന്നലെ ഞങ്ങൾ എതിർക്കുകയും അതിനെതിരായി പാലക്കാട് വിജിലൻസ് DYSPക്ക് രേഖാമൂലം പരാതി നൽകുകയാണ് ഉണ്ടായത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ പള്ളം നിവാസികളുടെ യാത്രാ ദുരിതം സംബന്ധിച്ച വിഷയത്തിൽ നഗരസഭയ്ക്കെതിരെ BJP നടത്തുന്ന കള്ളപ്രചരണം തിരിച്ചറിയണമെന്ന് ഭരണസമിതി. പ്രദേശവാസികളുടെ യാത്രാ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് 2024 കൗൺസിൽ തീരുമാനപ്രകാരം നഗരസഭ റെയിൽവേക്ക് കത്ത് നൽകിയിരുന്നുവെന്ന് ചെയർപേഴ്സൺ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒറ്റപ്പാലം പള്ളം നിവാസികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ റെയിൽവേ മേൽപ്പാലമോ അടിപ്പാതയോ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് CPM ലോക്കൽ കമ്മിറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഈ മാർച്ചിന് പിറകെ നഗരസഭയെ പഴിചേർത്ത് സമരത്തെ മോശപ്പെടുത്തുന്ന രീതിയിൽ ചിത്രീകരിക്കാനാണ് BJP നേതാക്കൾ വ്യാപകമായി ശ്രമിച്ചത്. BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് നടത്തിയ പ്രസ്താവനകൾ ഇതിന് തെളിവാണ്. ഒറ്റപ്പാലം നഗരസഭയും സംസ്ഥാന സർക്കാരുമാണ് ഇതിന് നേതൃത്വം നൽകേണ്ടതെന്ന് ദുഷ്ടലാക്കോടെയാണ് BJP പ്രസ്താവിക്കുന്നത്. നഗരസഭയിലെ 25-ാം വാർഡിലാണ് റെയിൽവേ സ്റ്റേഷനപ്പുറത്തായി 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്നത്. ഇവർ വലിയ യാത്രാ ദുരിതമാണ് നേരിടുന്നത്. ഒരു വശത്ത് റെയിൽവേയും മറുവശത്ത് ഭാരതപ്പുഴയുമാണ്. വലിയ ഒരു സമരം അവിടെ നടക്കുകയുണ്ടായി. സമരത്തെ തുടർന്നാണ് പൊതുജന ശ്രദ്ധ ഈ കാര്യത്തിൽ ഉയർന്നു വന്നത്. പക്ഷെ സമരത്തെ മോശപ്പെടുത്തും വിധത്തിൽ ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ പ്രസ്താവനകൾ, ഒറ്റപ്പാലം നഗരസഭയാണ്, കേരളത്തിലെ സർക്കാരാണ് ഈ കാര്യത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് എന്ന നിലയിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള കള്ളപ്രചരണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകമായി BJPയുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നേതാക്കളാണ് ഇത്തരത്തിലുള്ള കള്ള പ്രചരണം നടത്തുന്നത്. കഥയറിയാതെ ആട്ടം കാണുന്നവനായി
BJPയുടെ ബെസ്റ്റ് പ്രസിഡന്റ് വേണുഗോപാൽ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ തികച്ചും ദുരുദ്ദേശപരമാണ്. ഒറ്റപ്പാലം നഗരസഭ വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെട്ടു വരിക, പ്രത്യേകിച്ച് റെയിൽവേക്ക് അപ്പുറത്തുള്ള 100ഓളം കുടുംബങ്ങൾ അവർ റെയിൽവേ സ്റ്റേഷന്റെ അപ്പുറത്തും റെയിൽവേ ട്രാക്കിന്റെ അപ്പുറത്തും ഭാരതപ്പുഴയുടെ ഇപ്പുറത്തുമായി ജീവിക്കുന്നവരാണ്. വലിയ പ്രയാസമാണ് അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും അവിടെ നടപ്പിലാക്കാൻ റെയിൽവേ അനുമതി നൽകുന്നില്ല. സമീപകാലത്താണ് പ്ലാറ്റ്ഫോമിന് സമീപമുള്ള താമസക്കാർ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്ന വഴി അടച്ചുകെട്ടുന്ന സാഹചര്യമുണ്ടായത്. ഇതോടെ പ്രദേശത്തെ 2 അംഗൻവാടികളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലായി. നഗരസഭ വളരെ നേരത്തെ തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു. 2024 ഓഗസ്റ്റിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ പ്രദേശത്തെ താമസക്കാരുടെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് കൗൺസിൽ തീരുമാനമെടുത്ത് റെയിൽവേക്ക് കത്ത് നൽകിയിരുന്നതാണ്. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ പ്രാദേശിക പ്രതിനിധികൾ ഒരു ഇടപെടലും നടത്താതെയാണ് നഗരസഭയെ പഴിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും ചെയർപേഴ്സൺ കെ ജാനകി ദേവി, വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ പറഞ്ഞു. കൗൺസിലർ PA ഫാത്തിമത്ത് സുഹറ, CPM ലോക്കൽ സെക്രട്ടറി IMA റസാഖ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാരാമെഡിക്കൽ കോഴ്സുകൾ ഉൾപ്പെടെ ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും നടത്തുന്നത് യൂണിവേഴ്സിറ്റി മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് ഓൾ ഇന്ത്യ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് ആൻഡ് കൺസലേഴ്സ് അസോസിയേഷൻ ദേശീയ സെക്രട്ടറി ഖലീൽ ഷാ. വിദ്യാർത്ഥികൾ പറ്റിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും ഖലീൽ ഷാ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പാരാമെഡിക്കൽ കോഴ്സുകൾ ആശുപത്രിയുമായി ചേർന്നാണ് നടത്തേണ്ടത്. കോഴ്സുകൾ നടത്തുന്നതിന് യൂണിവേഴ്സിറ്റികൾ നിയമങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ പല കോഴ്സുകളും പീടികമുറിയുടെ വലിപ്പത്തിലുള്ള വാടക കെട്ടിടങ്ങളിലാണ് നടക്കുന്നത്. ഉത്തരേന്ത്യൻ ലോബികളാണ് കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് കോഴ്സുകൾ നടത്തുന്നത്. ഇത്തരം കോഴ്സുകൾക്ക് അംഗീകാരമില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ വഞ്ചിക്കപ്പെടുകയാണെന്നും ഖലീൽ ഷാ പറഞ്ഞു. അലൈഡ് സയൻസ് കോഴ്സസും BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സസ് ലൈക്ക് ഫിസിയോതെറാപ്പി, BOT, ഓക്യുപേഷണൽ തെറാപ്പി, ഡിപ്ലോമ നഴ്സിംഗ് ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ ഒരു ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ആ ജൂറിസ്ഡിക്ഷൻ ലിമിറ്റിലുള്ള കോളേജുകളും യൂണിവേഴ്സിറ്റികളും മാത്രമായിട്ട് റെഗുലർ പ്രോഗ്രാമായിട്ട് നടത്തണമെന്നുള്ളതാണ് UGCയുടെ നിയമം. ഒരു 4-5 കൊല്ലം മുമ്പ് ഒരുപാട് കോഴ്സുകൾ അങ്ങനെ നടത്തിയിരുന്ന കോളേജുകളെ ക്യാൻസൽ ചെയ്ത് അത് ഡയറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റി നടത്താൻ പറ്റില്ല, അങ്ങനെയുള്ളിടത്ത് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ വേണം, ആ ഹോസ്പിറ്റലിൽ ആ ജൂറിസ്ഡിക്ഷനുള്ളിൽ തന്നെ നടത്തണം എന്നുള്ള റൂൾ ഉണ്ടായിരുന്നു. ഇപ്പം കേരളത്തിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ പ്രൂവ് ഇറ്റ് വിത്ത് എവിഡൻസ്. ഓരോ ഡിസ്ട്രിക്റ്റിലും മിനിമം 20 നിന്ന് 30 നോർത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് വേറെ ഒരു മാനദണ്ഡങ്ങളും പാലിക്കാണ്ട് കടമുറികൾ വാടകയ്ക്കെടുത്ത് കുട്ടികൾക്ക് ഈ കോഴ്സുകളിൽ ട്രെയിനിങ് കൊടുക്കുകയാണ്. നഴ്സിംഗ് കണക്കും അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി കണക്കും അല്ലെങ്കിൽ അലൈഡ് സയൻസിൽ കാർഡിയാക് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ റിയൽ ആയിട്ട് ഹോസ്പിറ്റൽ എക്സ്പോഷർ ഇല്ലാണ്ട് പറ്റില്ല. ഇങ്ങനെ UGCയുടെ ഒരു നോട്ടിഫിക്കേഷൻ നിലവിൽ നിൽക്കുക തന്നെ പാലക്കാടും മലപ്പുറവും ജില്ലകളിൽ 3000-4000 കുട്ടികൾ ഇതേ കോഴ്സുകളിൽ പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവരുടെ കൗൺസിലിൽ പോകുമ്പോൾ കൗൺസിൽ അംഗീകരിക്കുന്നില്ല ഈ സർട്ടിഫിക്കറ്റുകളൊന്നും. ഭാരവാഹികളായ സനീഷ് പുളിഞ്ചോട്, പ്രതീഷ് ഗോകുലൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ജില്ലാ ലൈബ്രറിയുമായി ചേർന്ന് നടത്തുന്ന അഹല്യ സാഹിത്യോത്സവം ഓഗസ്റ്റ് 25-26 തീയതികളിൽ അഹല്യ ക്യാമ്പസിൽ നടക്കും. കലാസാഹിത്യ സാംസ്കാരിക മേഖല ആഴത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലാണ് സാഹിത്യോത്സവം ചിട്ടപ്പെടുത്തുകയെന്ന് സ്വരലയ സെക്രട്ടറി TR അജയൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാധ്യമം, ചലച്ചിത്രം, സംഗീതം, സാഹിത്യം, പ്രകൃതി, നൃത്തം തുടങ്ങിയ ശാഖകളിൽ സംവാദവും അവതരണവും നടക്കും. ഓരോ മേഖലയിലെയും പ്രഗത്ഭരോടൊപ്പം നവാഗതരും പങ്കെടുക്കുമെന്ന് TR അജയൻ അറിയിച്ചു. 2 ദിവസവും കലാസന്ധ്യയും ഉണ്ടാകും. അവരുടെ രണ്ടാമത്തെ സാഹിത്യോത്സവമാണ് എഡിറ്റ് 2025. മാത്രമല്ല നമ്മുടെ സാംസ്കാരിക പൈതൃകം നിലനിർത്തുന്നതിനു വേണ്ടിയും അത് പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയും അവർ നടത്തുന്ന പരിപാടികൾ, അതിൻ്റെ ഡയറക്ടർ കൂടിയാണ്, ഹെറിറ്റേജിൻ്റെ ഡയറക്ടർ കൂടിയാണ് സാർ. ആ ഡീറ്റെയിൽസൊക്കെ അദ്ദേഹം പറയും. പക്ഷേ കേരളത്തിൽ ഒരിടത്തും ഇത്രയും മാത്രം സ്ഥലം ഇതിന് വേണ്ടിയിട്ട് ഒരു വ്യവസായ സ്ഥാപനം മാറ്റിവെച്ചത് ഇല്ല എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കും. ആ ഹെറിറ്റേജിൻ്റെ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ്
സംസ്കാരത്തിൻ്റെ വിഭിന്ന മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അലിഫ് 225 അരങ്ങേറുന്നത്. ഡയറക്ടർ ഡോക്ടർ RVK വർമ്മ, HR മാനേജർ അഡ്വക്കേറ്റ് ഗണം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാങ്കുറിശി സെൻട്രലിലുള്ള SBIയുടെ ATM ശാഖ പ്രവർത്തിക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ഒരു മാസത്തോളമായി ശാഖ പൂട്ടിക്കിടക്കുകയാണ്. ദിനംപ്രതി നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തി പണമെടുക്കാനാകാതെ വിഷമിക്കുന്നത്. ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്തി പണമെടുക്കാനാകാതെ വിഷമിക്കുകയാണ്. വർഷങ്ങളായി ഈ ശാഖ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ATM ശാഖ അടഞ്ഞുകിടപ്പായതോടെ പണമെടുക്കാനെത്തുന്നവർ വിദൂരങ്ങളിലുള്ള ശാഖകളിലാണ് പോയി വരുന്നത്. മങ്കര SBIയുടെ കീഴിലാണ് ATM കൗണ്ടർ പ്രവർത്തനം. ബാങ്ക് അധികൃതർ ഈ വിഷയം ഗൗരവമായി കാണുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഈ കൗണ്ടർ ഉള്ളതിനാൽ മറ്റു സ്വകാര്യ ബാങ്ക് അധികൃതരുടെ ATM കൗണ്ടർ പോലും ഇവിടെ തുടങ്ങാൻ കഴിയുന്നില്ല. ഓണം അടുത്തിരിക്കെ ജനങ്ങൾ ബാങ്കിൽ പോയി ക്യൂ നിൽക്കേണ്ട അവസ്ഥയിലാണ്. ഓണത്തിന് മുൻപ് തന്നെ കൗണ്ടർ പ്രവർത്തിച്ച് പ്രശ്നം പരിഹരിക്കണമെന്നാണ് ജനകീയ ആവശ്യം. ഇതേ തുടർന്നാണ് നാട്ടുകാർ ATM കൗണ്ടറിന് മുന്നിൽ നിന്ന് പ്രതിഷേധിച്ചത്. AV മുകുന്ദദാസ്, KH ഹക്കീം, ശംസുദ്ദീൻ മാങ്കുറിശി, VK ശശിധരൻ, VT മോഹൻദാസ്, KK രാധാകൃഷ്ണൻ, P ഷരീഫ്, PP ജോൺ, വിശ്വനാഥൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ ഈ മാങ്കുറിശി SBIയുടെ SBT മറ്റേ ATMനെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിൽ നിന്നും ഒരു 3-4 പഞ്ചായത്തിൽ നിന്ന് ഇവിടെ വന്നിട്ട് ആൾക്കാർ ഇവിടുന്ന് വന്ന് പൈസ എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ കഷ്ടകാലത്തിന് എന്ത് പറ്റിയെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ പ്രവർത്തനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ഇതിലേക്ക് കടന്നു വരുമായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞു വെച്ചപ്പോൾ കുറേ കാലങ്ങളായിട്ട്, പ്രത്യേകിച്ചായിട്ട് ഒരു മാസത്തോളമായിട്ട് പരിപൂർണമായിട്ട് ഇത് നിശ്ചലായ മട്ടാണ്. അപ്പോൾ ഈ സംഭവം ഇവിടെ ഉണ്ടായതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വിചാരിച്ചാൽ മറ്റുള്ള പ്രൈവറ്റ് സംഭവങ്ങളൊന്നും ഇതിലേക്ക് കടന്നു വരുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ട് ഇത് ഓണക്കാലമൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ലേഷൻ അങ്ങേയറ്റം നടക്കേണ്ട ഒരു കാലഘട്ടങ്ങളാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിലേക്ക് ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തകർച്ചയും പൊടിശല്യവും രൂക്ഷമായ കുളപ്പുള്ളി ഷൊർണൂർ പാതയിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിഷയം പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്നും അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസ് സമരം ശക്തമാക്കുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ പറഞ്ഞു. തകർച്ചയും പൊടിശല്യവും രൂക്ഷമായ കുളപ്പുള്ളി ഷൊർണൂർ പാതയിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് വീണ്ടും ഉന്നയിക്കുന്നത്. രൂക്ഷമായ പൊടിശല്യം മൂലം പല കടകൾ പോലും അടച്ചിടേണ്ട സ്ഥിതിയാണ് ഇവിടെ. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം STV വാർത്ത നൽകിയിരുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ കോൺഗ്രസ് നേരത്തെ വിഷയം അറിയിച്ചതാണ്. എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ കാലതാമസം നേരിടുമെന്നാണ് അധികൃതർ നൽകിയ മറുപടിയെന്നും വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും അല്ലാത്ത പക്ഷം കൂടുതൽ സമരം ശക്തമാക്കുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ മുന്നറിയിപ്പ് നൽകി. യാത്രക്കാർക്ക് മഴ വന്നാൽ കുഴിയും മഴ പോയാൽ പൊടിയുമായി യാത്രക്കാർക്ക് റോഡിലോ സഞ്ചരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പുമായി ഞങ്ങൾ ഈ കാര്യം സംസാരിച്ചപ്പോൾ ടെൻഡർ നടപടികളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനെല്ലാം കാലതാമസം നേരിടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് കാലതാമസം നേരിടേണ്ട ഒരു കാര്യമല്ല. കുളപ്പള്ളി മുതൽ ഷൊർണൂർ വരെയുള്ള വശത്തുമായി ഉള്ള കടകളിലെല്ലാം തന്നെ വളരെയധികം പൊടിശല്യമാണ്. ഒരു ഹോട്ടലിലോ മറ്റൊന്നും പലതും അടച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 2 വീലർ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കണ്ണിലേക്ക് പൊടി കയറുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഏത് തരത്തിലായാലും നഗരസഭ പൊതുമരാമത്ത് വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഈ പ്രവൃത്തി ചെയ്തു തീർക്കാമെന്ന് വാക്കാൽ ഉറപ്പ് തന്നിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ശക്തമായ സമരങ്ങൾക്ക് വീണ്ടും കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ന്യൂസ് സെന്റർ ഷൊർണൂർ. പത്തിരിപ്പാല മണ്ണൂർ പൊതുമരാമത്ത് റോഡിലെ നടപ്പാതയിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. 1-ാം മൈൽ ശ്രീനാരായണ ഗുരു മന്ദിരത്തിന് സമീപത്താണ് റോഡിനരികിലായി 1.5 മീറ്റർ താഴ്ചയിൽ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. ദിനംപ്രതി 25-ൽ പരം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന പാതയിലാണ് വലിയ ഗർത്തം. വാഹനങ്ങൾ സൈഡ് നൽകിയാൽ അപകടം ഉറപ്പ്. ഇതിനകം തന്നെ 2 വാഹനങ്ങൾ കുഴിയിൽപ്പെട്ടിരുന്നു. റോഡിന്റെ വശം ചേർന്നാണ് കുഴി. ഇതിലൂടെയാണ് യാത്രക്കാർ നടന്നു പോകുന്നത്. 1/2 മീറ്റർ വീതിയിലും 1.5 മീറ്റർ താഴ്ചയിലുമുള്ള കുഴിയാണിത്. മഴ പെയ്താൽ വെള്ളം നിറഞ്ഞ കുഴി പോലും കാണാനാകില്ല. ജൽജീവൻ പൈപ്പിടാനായി കുഴിച്ച മണ്ണിട്ട് നികത്തിയ ഭാഗത്താണ് ഇത്തരം വലിയ ഗർത്തങ്ങൾ കാണുന്നത്. പ്രവൃത്തി കഴിഞ്ഞാൽ മെറ്റലിട്ട് നികത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന നിയമവും പാലിക്കപ്പെട്ടിട്ടില്ല. ഗർത്തം ഉടൻ മൂടിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടി സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. കുഴി ഭയങ്കര അപകടമാണ്. 2-3 ആൾ വന്ന് അവിടെ പെട്ടു. നമ്മളിപ്പോൾ തൽക്കാലം ഒരു
ഒരു വണ്ടി വെച്ചിട്ട് അതിനെ തടസ്സം ചെയ്തിട്ടുണ്ട്, സിലിണ്ടർ വെച്ചിട്ട്. അപ്പോൾ അത്രയും പെട്ടെന്ന് അത് പുനർനിർമ്മിച്ച് നന്നാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യപ്പെടൽ. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. എരുമപ്പെട്ടി പാഴിയോട്ടെമുറി കൊടക്കുഴിയിൽ അപൂർവ ഇനം നിശാശലഭത്തെ കണ്ടെത്തി. പന്തളത്ത് പ്രസാദിൻ്റെ വീട്ടുമുറ്റത്തെ പാലമരത്തിലാണ് ശലഭത്തെ കണ്ടത്. അറ്റ്ലസ് മോത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകത്തു തന്നെ ഏറ്റവും വലിപ്പമുള്ള 2 ഇനം ശലഭങ്ങളിൽ ഒന്നിനെയാണ് ഇവിടെ കണ്ടത്. സാധാരണഗതിയിൽ 10 മുതൽ 12 ഇഞ്ച് വരെയാണ് വിടർത്തിയ ചിറകുകളുടെ നീളം. ഈ വിഭാഗത്തിൽ ആൺശലഭങ്ങളെക്കാൾ പെൺശലഭങ്ങൾക്കാണ് വലിപ്പവും ഭംഗിയും കൂടുതൽ. ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണ് ഇതിനുള്ളത്. ചിറകുകളുടെ മുകളിലെ അഗ്രഭാഗങ്ങളിൽ പാമ്പിൻ്റെ തലയോട് സാമ്യമുള്ള രൂപമുള്ളതിനാൽ നാഗശലഭം, സർപ്പശലഭം എന്ന പേരുകളിൽ അറിയപ്പെടുന്നു. സാധാരണ നിത്യഹരിത വനങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. 2 ആഴ്ചയോ കൂടിയാൽ 2 മാസമോ ആണ് ഇവയുടെ വർണ്ണശബളമായ ജീവിതമുള്ളത്. ഈ സമയത്താണ് പ്രജനനം. പ്യൂപ്പയിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയാൽ പിന്നെ ഭക്ഷണം കഴിക്കില്ല എന്നതും ഈ ശലഭങ്ങളുടെ പ്രത്യേകതയാണ്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. വിദ്യാർത്ഥിയുടെ സത്യസന്ധത. നഷ്ടപ്പെട്ട സ്വർണ്ണമോതിരം ഉടമയ്ക്ക് തിരിച്ചു കിട്ടി. കുത്താമ്പുള്ളി പഴശ്ശിരാജ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ അശ്വന്തിനാണ് മോതിരം കളഞ്ഞു കിട്ടിയത്. അശ്വന്ത് മോതിരം കോട്ടായി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. അശ്വന്തിന് വഴിയിൽ നിന്നും കിട്ടിയ സ്വർണ്ണമോതിരം കോട്ടായി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. സ്റ്റേഷനിൽ വച്ച് സർക്കിൾ ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ സാന്നിധ്യത്തിൽ മോതിരം ഉടമയായ നടുവത്തപ്പാറ അക്കരപ്പറമ്പിൽ വാസുവിന്റെ മകൻ സുമേഷിനെ കൈമാറി. കുത്താമ്പുള്ളി പഴശ്ശിരാജ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അശ്വന്ത്. വിദ്യാർത്ഥിയുടെ സത്യസന്ധതയിൽ കോട്ടായി സ്റ്റേഷനിലെ പോലീസുകാർ അഭിനന്ദനം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കന്തറ വ്യാസവിദ്യാപീഠം പ്രൈമറി സ്കൂളിൽ പൊട്ടിത്തെറിച്ച സ്ഫോടക വസ്തു RSS നിർമ്മിതമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. സ്കൂളിനരികിലെ RSS കാര്യാലയം റെയ്ഡ് ചെയ്താൽ മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്താനാകും. വിദ്യാലയത്തിൽ ബോംബ് കണ്ടെത്തിയ സംഭവത്തിൽ സ്കൂൾ മാനേജരെ പ്രതി ചേർത്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് DDE ഓഫീസിലേക്ക് CPM മാർച്ച്. കോലവും കുറ്റിച്ചൂലുവുമായി പാലക്കാട് MLA ഓഫീസിലേക്ക് AIYF മഹിളാ സംഘം മാർച്ച്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം കത്തിച്ചു. MLAയെ കുറ്റിച്ചൂൽ കൊണ്ട് അടിച്ചു പുറത്താക്കുമെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ട വിവിധ കേന്ദ്രങ്ങളിൽ BJP നേതൃത്വത്തിലും പ്രതിഷേധം. ഷൊർണൂർ പരുത്തിപ്ര വാടാനംകുറിശി റോഡ് തകർച്ച. നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് വിജിലൻസിന് കോൺഗ്രസിന്റെ പരാതി. നിർമ്മാണം പൂർത്തിയായി 1 വർഷം പിന്നിടും മുമ്പ് റോഡ് തകർന്നത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യം. തകർച്ചയും പൊടിശല്യവും രൂക്ഷമായ കുളപ്പുള്ളി ഷൊർണൂർ പാതയിൽ അടിയന്തര അറ്റകുറ്റപ്പണി നടത്തണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ പള്ളം നിവാസികളുടെ യാത്രാ പ്രതിസന്ധി സംബന്ധിച്ച് BJP ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഒറ്റപ്പാലം നഗരസഭ. റെയിൽവേ വഴിയടച്ച സംഭവത്തിൽ നഗരസഭയ്ക്കെതിരെ BJP രംഗത്ത് വന്നത് ദുഷ്ടലാക്കോടെ. വഴി പ്രശ്നത്തിൽ 2024 നഗരസഭാ കൗൺസിൽ തീരുമാനപ്രകാരം റെയിൽവേക്ക് കത്തു നൽകിയിരുന്നുവെന്ന് ചെയർപേഴ്സൺ. കാര്യങ്ങൾ അറിഞ്ഞിട്ടും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.